ഹായ്. ഡ്രഗ്സ് കാരണം നഷ്ടപ്പെട്ട 4 ജീവനുകൾ. ഒരു കുടുംബത്തിലെ 3 പേരെ കയറി ചന്നം പിന്നെ വെട്ടി അങ്ങ് കൊന്നു കളഞ്ഞു. വെട്ടിയല്ല, തലക്കടിച്ച് കൊന്നു കളഞ്ഞു. ചുറ്റിയ വീരൻ ഡ്രഗ് അഡിക്റ്റ് ആണ്. ഇതറിയുന്നത് ആ നാട്ടുകാർക്ക് മുഴുവനാണ്. നാട്ടുകാർക്ക് മുഴുവൻ അറിയാം അവൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന്. പക്ഷെ ഭയം, അവനെപ്പറ്റി പറഞ്ഞാൽ ഇതുപോലെ വെട്ടിക്കൊല്ലപ്പെടും എന്നുള്ള ഭയം. പോലീസിന് ഇൻഫോർമേഷൻ ധൈര്യസമേതം ഒരുപാട് പേര് കൊടുത്തു. പക്ഷെ എന്നിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. അതായത് ഡ്രഗ് ഉപയോഗിക്കുന്നവനിക്ക് കിട്ടുന്ന ഒരു കൺസെഷൻ, മദ്യം കഴിക്കുന്നവനിക്ക് കിട്ടുന്ന ഒരു കൺസെഷൻ. മദ്യം കഴിച്ചല്ല സുഖ, തെറി വിളിക്കാം, കുഴപ്പമില്ല. എന്തുകൊണ്ടെന്നറിയാമോ? തുണി പൊക്കി കാണിക്കാം, കുഴപ്പമില്ല. കാരണം അവൻ കുടിച്ചിരിക്കുകയല്ലേ, മതോന്മത്തനാണ്. ആ സമയത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതാണ് രീതി. അതേപോലെ ഈ അമ്മയെ കൊന്ന മകൻ, ആഹാ, ഉമ്മ എഴുതാണ്ടില്ലേ, നമുക്ക് മുത്തം തരുക, നമ്മളെ അവൻ ചുംബിക്കുമെന്ന് അവൻ പറയുന്നതിൻ്റെ അർത്ഥം. ഉമ്മ വയ്ക്കടാ, ഇനിയും ഉമ്മ വയ്ക്കുക, നിന്റെ ഉമ്മ കിട്ടാനായിട്ട് കാത്തിരിക്കുകയാണ് ഞങ്ങൾ. ഒരുപക്ഷെ ഫ്രസ്ട്രേഷൻ കൊണ്ടായിരിക്കാം. എന്നാലും ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ അമ്മയ്ക്കാണ്. മരണപ്പെട്ടു പോയ അമ്മയ്ക്ക് തന്നെ. മരിച്ചവരെ വെറുതെ വിടത്തിൽ അവരെയും കുറ്റം പറയുന്നു എന്ന് വിചാരിക്കേണ്ട. വാസ്തവത്തിൽ അമ്മമാർ തന്നെയാണ് പ്രശ്നം. വേറൊരു അമ്മയും കൂടെ ഞാൻ പരിചയപ്പെടുത്താം. ഒരു MLA ഓർമ്മയുണ്ടോ? മകനെ കയ്യോടെ പൊക്കി. നാട്ടുകാരാണ് പരാതി കൊടുത്തത്. മകനും മകൻ്റെ കൂട്ടുകാരും കൂടെ കെട്ടിലിരുന്നുകൊണ്ട് നന്ന് വലിച്ചു തള്ളുന്നുണ്ടെന്ന്. പോലീസ് വന്നു, കയ്യോടെ ചാമ്പി കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അഡ്വക്കേറ്റ് കൂടിയായ അമ്മ, MLA ആയ അമ്മ പെട്ടെന്ന്, ജനപ്രതിനിധിയാണെന്ന് ഓർത്തോണം, പെട്ടെന്ന് തന്നെ അവിടെ ചെന്നിട്ട് പറഞ്ഞത് MLA മകനാണ്, വിട്ടേക്കൂ. ഇത്ര ഗ്രാമിൽ താഴെ കൈവശം വെച്ചിരിക്കുന്നത് നിയമം കുഴപ്പമില്ല, ഇത്ര ഗ്രാമിൽ കൂടുതലാണെങ്കിലേ ശിക്ഷ കിട്ടുള്ളൂ. അതവിടെ നിന്ന് കുറച്ച് സാധനം അങ്ങ് മാറ്റിച്ചു. അവരുടെ തന്നെ റെക്കമെൻഡേഷൻ, അവരുടെ തന്നെ പിടിപാട് കൊണ്ടാണ് നടന്നത്. എന്നിട്ട് മകനെ സേവ് ചെയ്ത് വീട്ടിൽ കൊണ്ടു നിർത്തിയെന്ന് മാത്രമല്ല, അത് പബ്ലിഷ് ചെയ്ത വാർത്താ മീഡിയങ്ങൾക്ക് തെറിയും കിട്ടി. അതും പോരാതെ മകനും കൂടെ ഇരുന്ന് വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു. ആ അമ്മയ്ക്ക് ഇനിയെങ്കിലും മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഇതുപോലൊരു മരണം ആ അമ്മയും കാത്തിരിപ്പുണ്ട്. ഈ ഒരു വിഷയത്തില് ഈ സഹോദരി പറയുന്നതൊന്ന് കേൾക്കാം. ഓന് +2 പഠിച്ച് പിന്നെ അവനെ ഡിഗ്രിക്ക് അവിടെ ഒരു ഓട്ടോമൊബൈലിന്റെ അവിടെ ഞങ്ങൾ ചേർത്തിയ സമയത്ത് 1.5 ലക്ഷം രൂപ കൊടുത്ത് JDTയിൽ ആക്കിയ സമയത്ത് ഓന് ഇതേപോലെയുള്ള മയക്കുമരുന്നിന് അഡിക്റ്റ് ആയി. പിന്നെ ഞങ്ങൾ അത് അറിഞ്ഞ നമ്മള് ഓനതിന് പിന്മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രീറ്റ്മെന്റ് ഞങ്ങൾ ഓന് ചെയ്ത്. അത്ര തന്നെ. ഇന്നലെയൊക്കെ നല്ല രൂപത്തിലായിരുന്നു ഇവിടെ രാത്രിയൊക്കെ. ഓനൊരു പ്രശ്നമില്ലാന്ന്. ഇന്നലെ ഓൻ ഫുഡൊക്കെ കഴിച്ചല്ലേ, ഓനൊരു പ്രശ്നവും കാണിച്ചിട്ടില്ല. ഓന് അസ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവൃത്തിയും ഞങ്ങളെ വീട്ടിൽ ഇന്നലെ ഒന്നും കാണിച്ചിട്ടില്ല. ഓൻ 4 ദിവസം ഔട്ടിങ്ങിലായിട്ട് ഇന്നലെ വന്നതാണ്. ഇന്നലെ വന്നപ്പോൾ ഞാൻ ഗേറ്റ് പൂട്ടാൻ വേണ്ടി ഓളിനോട് പറഞ്ഞ് ഓനെ വിളിക്കി പറഞ്ഞ്. അപ്പൊ ഞാൻ അതിന്റെ മുന്നേ ഓന് ഒരു 100 രൂപ വേണം എന്ന് ഗൂഗിൾ പേ ചെയ്യാറുണ്ട്. ഇന്നെ വിളിച്ചിനു. അത് ഞാൻ ഓളോട് പറഞ്ഞില്ല, ഓക്ക് വിഷമാവണ്ട വിചാരിച്ചിട്ട്. അപ്പൊ ഞാൻ ഗേറ്റ് പൂട്ടാൻ വേണ്ടി വന്നപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞ് ഗേറ്റ് പൂട്ടണ്ട, ഓനിപ്പോ വരൂ, അപ്പൊ ഗേറ്റിന്റെ ചാടി കടന്ന് വരൂന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓളെ മോനല്ലേ, അപ്പൊ ചാടി കടന്ന് വരുമ്പോ നമ്മളെ വീടാകുമ്പോ നമ്മൾ അങ്ങനെ അധികാരം കാട്ടുമ്പോ ഒക്കെ വിഷമാവണ്ടാച്ച് ഞാൻ പൂട്ടാൻ പോയിട്ട് തിരിച്ചു വന്നേ. പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞാൽ ഞാൻ ഗേറ്റ് അങ്ങ് പൂട്ടിക്കാള്, ലൈറ്റും ഓഫ് ആക്കിയാളെന്നു. അപ്പൊ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, ഞാൻ ആ ഗേറ്റ് പൂട്ടിയിട്ട് വരട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഗേറ്റ് പൂട്ടാൻ പോയപ്പോ ഈ കാഞ്ഞാമയിലുള്ള ഒരു ചെക്കന് ഓനെവിടെ ലൻഡ് കഴിച്ച്. അപ്പോൾ ഞാൻ പൂട്ടാൻ പോകുന്ന ഗേറ്റിനെ തുറന്നു കൊടുത്തു. നല്ല ചേർക്ക് അകത്തേക്ക് കയറിപ്പോയി, ഡ്രസ്സെല്ലാം മാറി ബാത്റൂമിൽ പോയി കുളിച്ച്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഭക്ഷണം കഴിച്ച്. ഞാൻ കഴിച്ച് തീർന്നപ്പോഴാണ് ഇത് ഗേറ്റ് പൂട്ടാനോള് പറയുന്നത്. അപ്പൊ ഓന് വേഗം കുളിച്ച് ഞാൻ ഇവളോട് പറഞ്ഞു, നമ്മൾ രണ്ടാളും വേഗം തിന്ന് ഇവിടുന്ന് മേശെല്ലാം കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഓന് പിന്മാറി കൊടുക്കുക, എന്നിട്ട് ഓൻ നല്ലോണം കഴിച്ചോട്ടോ, കുറച്ച് സൈഡിൽ ഇവിടെ നിന്നില്ലാണ്ട്. അപ്പോൾ ആയിക്കോട്ടെ പറഞ്ഞു. അപ്പൊ ഞാന് എല്ലാം ഫുള്ള് കറിയെല്ലാം പിന്നെ ഫുള്ള് പാത്രമെല്ലാം നിറച്ചോന് ഞങ്ങളെ വീട്ടിൽ നിൽക്കുകയത് കൊണ്ട് ഓന് വിഷമം ഒന്നും ഉണ്ടാകുന്ന ഓക്ക് ഇഷ്ടമല്ല. ഓള് എപ്പോഴും എന്നെ അപായപ്പെടുത്തിട്ടോ ഓനെന്ന് ഞാൻ ഓളോട് എപ്പോഴും പറയല, ഓനെ ഇനി ഏറ്റുമുട്ടുകയും ചെയ്യരുത് എന്ന്. അപ്പൊ എന്നോട് പറഞ്ഞില്ല, ഞാൻ ഓനായിട്ട് കൊളത്താൻ പോയാലേ ഓനോട് ഏറ്റുമുട്ടും എന്ന് പറഞ്ഞപ്പോ പിന്നെ എനിക്ക് വിശ്വാസമായി, എനക്കൊടി ഓനെ ഏറ്റുമുട്ടരുത് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ പിന്നെ ഞാൻ നേരം വെളുത്ത് പോയപ്പോ ഓനൊരു ഭാഗത്ത് കിടന്നുറങ്ങുന്നത്, ഓളൊരു ഭാഗത്ത് കിടന്നുറങ്ങുന്നത്. ഞാൻ 4 മണിക്ക് എണീച്ച് ഇവൽക്കുള്ള ഫുഡൊക്കെ അവിടെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് പോയതാണ്. 2 മണിയായപ്പോ വീട്ടിലെ ചേച്ചി എന്നെ വിളിക്കുകയാണ്. ഇപ്പൊ വിളിച്ചപ്പാണ് ഇങ്ങനെ പ്രശ്നമാണ്, സക്കീന ഓടി വന്ന് പറഞ്ഞപ്പോഴത്തേനും 2 വാതിലും കുറ്റി. സഹോദരി പറയുന്നത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആ അമ്മ 1 ഇഞ്ച് പോലും മകന് പ്രശ്നമുണ്ടാകുന്നത് ചെയ്യില്ല. ഗേറ്റ് അടച്ചിട്ടിട്ട് ചാടി വരുന്ന ഒരു അവസ്ഥ വന്നാൽ, മകൻ അതിനകത്ത് ഭക്ഷതാബോധം വന്നാൽ അതിൽ ഇവക്ക് ഇടി കിട്ടും. അപ്പോൾ അമ്മയ്ക്ക് ഇടി കിട്ടുന്നത് ഇത് ആദ്യത്തെ അനുഭവമല്ല. വെരി ബിഗിനിങ്ങിൽ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ആ അമ്മ മാറി നിന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് അമ്മയ്ക്ക് സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടത്. വെട്ടി കൊന്നു കളഞ്ഞു. എന്തായിരിക്കും അല്ലേ? അത് മകൻ്റെ കൈ കൊണ്ടാണ് വെട്ട് കിട്ടുക എന്നുള്ളത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ്. സ്ഥിരമായി അമ്മയെ തല്ലും എന്നുള്ളത് ഈ അനിയത്തിക്കും അറിയാം, എല്ലാവർക്കും അറിയാം.
പക്ഷെ അതൊക്കെ നോർമലൈസ് ആണ് ഇപ്പം നമ്മുടെ ഒരു സാഹചര്യം അതാണ്. അമ്മയെ തല്ലാം, അമ്മയെ റേപ്പ് ചെയ്യാം, അമ്മയെ എങ്ങനെ വേണമെങ്കിലും കൂട്ടിക്കൊടുക്കാം, എന്ത് വേണോ ചെയ്യാം, നോ പ്രോബ്ലം. അമ്മ എന്ന പദത്തിന്റെ അർത്ഥം പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. ഈ ഒരുപാട് സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോഴാണ് നമ്മൾ നമ്മളെ മക്കളെ സ്നേഹിക്കുന്നതെന്നൊരു തോന്നൽ നോർമലി മാതാപിതാക്കൾക്കുണ്ട്. ആ തോന്നൽ മാറാത്തടത്ത് ഇത് ഇനിയും സംഭവിക്കും എന്നുള്ളതാണ്. കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ നമ്മളെ മക്കളെ സ്നേഹിക്കുന്നതെന്ന് പറയുമ്പോൾ അവർക്ക് കയ്യിൽ കണക്കായി അല്ലാതെ അതിൽ കൂടുതൽ പൈസ കൊടുക്കുമ്പോഴാണ്. ഇപ്പോൾ ഒരു 50 രൂപ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ 50 രൂപ എന്തിന് ചിലവാക്കി എന്നൊരു ചോദ്യം വന്നാൽ ആ കുട്ടികൾ ആ പണം വാങ്ങിക്കാൻ കുറച്ച് ബൈക്ലപ്പിയും കാണിക്കും. കാരണം ഇതിന് കണക്ക് പറയണം. കള്ളക്കണക്കല്ല, കള്ളക്കണക്ക് എന്നോട് പറയരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആത്മബന്ധമാണ്. ഉള്ള കണക്ക് പറയൂ, നീ എന്തിന് ചിലവാക്കിയാലും കുഴപ്പമില്ല, എന്നോട് പറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൗഹൃദത്തിലേക്ക് അത് വഴി നടക്കും. അതേസമയം ചോദ്യം ചെയ്യുന്ന രീതിയിൽ മാറ്റം വന്നാലും അത് പ്രശ്നമാകും. അമ്മയ്ക്കാണ് കൗൺസിലിംഗ് കൊടുക്കേണ്ടത്, അമ്മമാർക്കാണ്. നമ്മുടെ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും കുഞ്ഞുങ്ങളുമായി നല്ല സൗഹൃദത്തിൽ പോകാൻ ശ്രമിക്കണം, ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ സംഭവിക്കുമെന്നുള്ളതാണ്. ഈ ഡ്രഗ് ഡീല് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സുലഭമാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയാമോ? ആഡംബര ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ഈസി ആയിട്ട് പണം ഉണ്ടാക്കാനുള്ളൊരു വഴിയാണ് ഡ്രഗ്സ്. കാരണം അത് വിറ്റ് കിട്ടുന്ന പൈസ അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അപ്പോൾ ഈ ഡീലേഴ്സിന് കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ, അതുകൊണ്ടൊരു കുടുംബം കഴിഞ്ഞു പോകും. അപ്പോൾ അവർ നോർമലി കുടുംബം കഴിയുന്നത് മാത്രമല്ല അവരുടെ ആഡംബരത്തിന് അത് ഉപകരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും? ഈ പറയുന്ന ഡീലിങ്ങിന് അവർ തയ്യാറാകും. അതാണ് ഈ സ്മൂത്തായിട്ട് ഈ സാധനം എല്ലാവർക്കിടയിലും കിട്ടുന്നത്. പിടിക്കപ്പെട്ടാൽ ആ ഡീലറെ മാത്രമാണ് പിടിച്ചോണ്ട് പോകുന്നത്. മെയിൻ ആളവിടെ ഉണ്ടാവും, ഇത് ഇവിടെ സെല്ല് ചെയ്യുന്നത്. അതൊരു വലിയ മാഫിയാണ്. അവരെ എതിർക്കാൻ നിസ്സാരമായിട്ട് നിൽക്കുന്ന പോലീസുകാർക്ക് പറ്റില്ല. കാരണം അവർക്കിടയിലും ഈ ക്യാഷ് വാങ്ങിയിട്ട് ഇതിനെ സോൾവ് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. ഇതൊരു വലിയ ആപത്താണ് എന്നുള്ള തിരിച്ചറിവുണ്ടാകണം. ആ തിരിച്ചറിവില്ലാത്തത് അധികാരികൾക്കും പേരൻസിനുമാണ്. അത് ഇല്ലാതെ വരുമ്പോൾ കുട്ടികൾ ഓട്ടോമാറ്റിക് അതിനകത്ത് പോയി ട്രാപ്പായി പോകും. ഇപ്പോൾ ഈ പയ്യനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതാണെന്ന് തെറ്റിദ്ധരിക്കേണ്ടത്, ഞാൻ സപ്പോർട്ടല്ല പറഞ്ഞത്, പക്ഷെ അതാണ് ഫാക്ട്. അവന് വഴിപഴിച്ച സമയത്തൊക്കെ കൈ കൊടുത്ത് അവൻ അതിൽ നിന്ന് മാറ്റിക്കൊണ്ട് വരാൻ ആ അമ്മ ശ്രമിച്ചില്ല. അമ്മയ്ക്ക് അതിനുള്ള അറിവില്ല. അമ്മയ്ക്കോ അമ്മയുടെ ചുറ്റുമുള്ളവർക്കോ അതിൻ്റെ അറിവില്ല ഇതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത്. ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടാൻ താനൊരു ആവശ്യമാണ്, എൻ്റെ പേരൻസിൻ്റെ ആവശ്യമാണെന്ന് തോന്നൽ അവൻ ഉണ്ടാക്കി കൊടുക്കണമായിരുന്നു. അതേസമയം എവിടുന്ന് കടം വാങ്ങിയായാലും കഷ്ടപ്പെട്ടായാലും അവൻ്റെ കാര്യങ്ങൾ സാധിക്കാൻ ആ അമ്മ കണ്ടെത്തുന്ന വഴികളുണ്ടല്ലോ, അതിൽ കൂടെ ആ ചെറുക്കൻ ലേസിയായി എന്നുള്ളതാണ്. എൻ്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ അമ്മയെ സംരക്ഷിക്കുക എന്ന ബോധ്യം അവൻ ഉണ്ടാക്കി കൊടുത്തിരുന്നെങ്കിൽ അവൻ ഇതുപോലെ ആയി പോകത്തില്ല എന്നുള്ളത് വസ്തുത. അതേ സെയിം സംഗതി തന്നെയാണ് ആ 3 പേരെ തലയ്ക്ക് ചുറ്റിക അടിച്ചു കൊന്നവൻ്റെ അവസ്ഥയും. അമ്മ കണ്ടുകൊണ്ട് നിന്ന് അമ്മ ബോധം കെട്ട് വീണു, അല്ലെങ്കിൽ അമ്മ കിടന്ന് നിലവിളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മയുടെ കൺമുന്നിലിട്ട് മറ്റു 3 പേരെ കൊല്ലുന്നത് കണ്ടില്ലേ? അതിൽ പരം പണിഷ്മെന്റ് ഒരു അമ്മയ്ക്ക് കിട്ടാനുണ്ട്. വീട് വെച്ച് വസതിയായിട്ടിരുത്തി അയൽവക്കക്കാരുമായിട്ടൊക്കെ ചെറിയ രീതിയിൽ കോട്ടി പിടിക്കുന്ന മോനെ വിലക്കാൻ ആ തള്ളയ്ക്ക് സാധിക്കാത്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണല്ലോ അവരുടെ മകൻ ജയിലിൽ പോകുന്നത് കാണേണ്ടി വന്നത്. അതിനേക്കാൾ ഉപരി അവരുടെ കൺവെട്ടത്ത് തന്നെ ആ കുടുംബത്തിൽ ആളില്ലായ്മ, അവർക്ക് ഇനി അവിടെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ തന്നെയാണെന്നുള്ള തിരിച്ചറിവ് വേണം. പേരൻസ് ആണ് ഏറ്റവും വലിയ മാതൃകയാകേണ്ടത്. നമ്മൾ അന്വേഷിക്കണം. വേറെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും മക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ പകച്ചു നിൽക്കരുത്. അവരോട് സംസാരിക്കണം. എന്താണ് അവർക്ക് നടക്കുന്നത്, എത്ര കൂട്ടുകാരുണ്ട്, എങ്ങനെയാണ് എന്ന് അവരോട് സംസാരിക്കാനുള്ള ഒരു ഇൻറ്റിമസി അത് ഉണ്ടാക്കിയെടുക്കണം. ആ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യും. പലർക്കും ഒരു ഞാൻ ഭയങ്കര സംഭവം, എൻ്റെ മകൻ എന്നെ അനുസരിക്കണം, അങ്ങനെ ഒരു ടൈമിലല്ലാതെ അവരോട് സംസാരിക്കാതിരുന്നാൽ ഇതുപോലുള്ള ഭവിഷ്യത്തുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ കാര്യം. ഈ പയ്യൻ സത്യം പറഞ്ഞാൽ സമൂഹത്തിലെ കുറച്ച് ആൺകുട്ടികളുടെ ഒരു പ്രതിനിധിയാണ്. ഇമാതിരി ചെയ്തിട്ടും ഇമാതിരി ഇരിക്കാനുള്ള അവൻ്റെ ആ ഒരു ഇരിപ്പിൻ്റെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇനിയുള്ള ജീവിതം ജയിലിലാണ്. തൂക്കുകയറാണ് ബെസ്റ്റ്. ജയിലിൽ കിടന്ന് ഉണ്ടതെന്ന് ജീവിക്കാം, 7 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങാം എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടല്ലോ, അതാണ് മിക്ക ആൾക്കാരെ കൊണ്ടും അതൊക്കെ ചെയ്യിക്കുന്നത്. തൂക്കുകയറ് കൊടുത്താലും മൈൻഡ് ചെയ്യത്തില്ല. പിന്നെയും പോകാം, അപ്പീലിന് പോകാം. ജില്ലാ കോടതി കഴിഞ്ഞാൽ ഹൈക്കോടതി, ഹൈക്കോടതി കഴിഞ്ഞാൽ സുപ്രീം കോടതി. ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കോളും. ഇതിൻ്റെ ഇടയ്ക്ക് സുഭിക്ഷമായി ജീവിക്കാം. ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. ഉണ്ടായിരുന്ന ഒരു ഉത്തരവാദിത്തനെ വെട്ടി അങ്ങ് കൊന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ വേണ്ടേ? സുഖമായിട്ട് ജീവിക്കാം. ഇതിനേക്കാൾ ഭീകരമായി ഇനിയൊന്നും നടക്കാൻ പോണെന്ന് ഇവന് പെണ്ണു കൊടുക്കാൻ ആളുണ്ടാവും. ഇവൻ എവിടെ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങി വരുമ്പോൾ ഇവനെ കെട്ടിച്ചു കൊടുക്കാൻ ആളുകളുണ്ടാവും. നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്ന കുട്ടികൾക്ക് പോയി കല്യാണം ആലോചിച്ചാൽ ഇല്ല എന്ന് പറയും. പക്ഷെ ഇതുപോലുള്ള കാർക്കോടകന്മാർക്ക് പെണ്ണ് സ്വർണവും പണവും ഒക്കെ കൊടുത്ത് കെട്ടിച്ചു കൊടുക്കാൻ ആളുണ്ടാവും എന്നുള്ളതാണ്. അവയർനെസ് ആണ് വേണ്ടത്. പ്രത്യേകിച്ച് ഡ്രഗ് അഡിക്റ്റ് അല്ലെങ്കിൽ കുടിക്കുന്ന ഒരുത്തനിക്ക് പോലും
കുട്ടികളെ കൊടുക്കില്ല എന്ന തീരുമാനമെടുത്ത് നോക്കിയാണ് കമ്പൽസറി ഇത് സ്റ്റോപ്പ് ആവും. ഇനി വിവാഹശേഷമാണ് ഇത് കണ്ടുപിടിക്കുന്നതെങ്കിൽ ബന്ധം വേർപെടുത്തി കൊണ്ടുവന്ന് കളയുക. കൊടുക്കരുത് ഇവന്മാർക്ക്. ഡ്രഗ് കഴിക്കുന്നത് ഒരു ഭയങ്കര എന്തോ ഒരു സംഗതിയാണെന്ന് വിചാരിക്കുന്നവന്മാർക്ക് കൊടുക്കുന്ന പണിഷ്മെൻ്റ് അതായിരിക്കണം. അല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇവർക്ക് കൊടുക്കാനേ പാടില്ല എന്നുള്ളതാണ്. ഈ പയ്യൻ്റെ അച്ഛൻ ഉപേക്ഷിച്ചിട്ട് പോയി, ഈസി ആയിട്ട് പോയില്ലേ. ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറയണം, ഏറ്റവും കൂടുതൽ അച്ഛനില്ലാതെ വളരുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിറ്റിയാണ്. അതിൻ്റെ റീസൺ അനാവശ്യമായി വളച്ചൊടിക്കപ്പെട്ട ഒരു നിയമമാണ്. അത് മാറ്റണം, മാറ്റി എഴുതണം. എപ്പോൾ വേണമെങ്കിലും വിവാഹമോചനം നടത്താം, എപ്പോൾ വേണമെങ്കിലും ഉപേക്ഷിച്ചിട്ട് പോകാം എന്നൊരു സിവിൽ നിയമം ഉപയോഗിച്ച് അവർ തടുത്തു നിർത്തുന്ന ഒരു സാധനം, അതിനെതിരെ ശക്തമായി നിലകൊള്ളണം. പെൺകുട്ടികൾക്ക് അവയർനെസ് കൊടുക്കണം. അങ്ങനെ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ളത് കൃത്യമായി അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. നിയമം മൂലം നിങ്ങൾ പരിരക്ഷ നേടണം. ഇതൊന്നും പറഞ്ഞു കൊടുക്കാനോ ഒരു സംഘടനയോ സപ്പോർട്ടോ ഈ സ്ത്രീകൾക്കില്ല എന്നുള്ളത് വസ്തുത. ഒരു സർക്കിളിനകത്ത് പെട്ടുപോയ പെൺകുട്ടികൾ, ഇതാണ് ഒരു മതത്തിൻ്റെ മുഖം തന്നെ വൃത്തികേടാക്കുന്നത്. അതുകൊണ്ട് അതിലെ ഒരുപാട് കൗൺസിലിങ്ങുകളും ഒരുപാട് നടപടിക്രമങ്ങളും നടത്തേണ്ടതുണ്ട്. അതത് പഞ്ചായത്തുകളിലും ആൾക്കാരുണ്ടാകുമല്ലോ. എന്തുകൊണ്ട് ഇതിലേക്കൊന്നും പോയി ആളുകൾ സംസാരിക്കുന്നില്ല, ഇതിലേക്ക് ഇടപെടുന്നില്ല എന്നുള്ളത് അറിയത്തില്ല. ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അന്വേഷിച്ച് കണ്ടെത്തി പൊതുസമൂഹത്തിന് അവയർനെസ് കൊടുക്കുകയും സംരക്ഷിക്കുകയുമാണ് അവരുടെ ഉത്തരവാദിത്തം. അതൊന്നും ചെയ്യാത്ത ജനപ്രതിനിധികളും ഒരു പരിധി വരെ ഉത്തരവാദികളാണ്. പിന്നെ MLA കാര്യം ഞാൻ പറയണ്ടല്ലോ. സ്വന്തം മോനിക്ക് ഡ്രഗിൻ്റെ പ്രശ്നം വന്നപ്പോഴത്തേക്ക് മാധ്യമപ്രവർത്തകരെ തെറി വിളിക്കുന്ന ഒരു പ്രത്യേകതരം അമ്മയാണ് നമ്മൾ കണ്ടത്. നമുക്ക് മക്കളോട് സ്നേഹമാകാം, പക്ഷേ തെറ്റുകളാണ് കുഞ്ഞുങ്ങൾ ചെയ്യുന്നതെങ്കിൽ ന്യായീകരിക്കരുത്. ഏറ്റവും വലിയ തെറ്റ് നമ്മളാണ് ചെയ്യുന്നത്, ന്യായീകരണം കൊണ്ട്. ന്യായീകരിക്കാനേ പോകരുത്, കാരണം അത് അർഹിക്കുന്നില്ല കുട്ടികൾ. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ കുഞ്ഞുങ്ങളെ ന്യായീകരിക്കുന്നത്? ചെയ്യുന്ന തെറ്റിൻ്റെ വ്യാപ്തി മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ മരിച്ചു കുഴപ്പമില്ല, പക്ഷെ മറ്റൊരാളെയാണെങ്കിലോ ഇവർ ഭയപ്പെട്ടിരുന്നത് അനിയത്തിയെ കൊല്ലുമെന്നാണ്. ഇത്രയും ഭയത്തിൽ ഒരു ക്രിമിനലിനെ കൂടെ നിർത്തേണ്ടി വരുന്ന ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ പെണ്ണുങ്ങൾക്ക് ബോധം ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം തന്നെ അവനെ അവിടുന്ന് മാറ്റാമായിരുന്നല്ലോ. എന്തുകൊണ്ടത് ചെയ്തില്ല? അവൻ വരും, വീണ്ടും വരും, തല്ലും, കൊല്ലും. അപ്പോൾ ഇത് മറ്റ് വീടുകളിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീടുകളിൽ നടക്കുന്ന സമയത്ത് അയൽവക്കക്കാർ ഇടപെടും, ചുറ്റുമുള്ളവർ ഇടപെടും, കർശനമായിട്ട് നടപടി ഉണ്ടാകും. അതത് പഞ്ചായത്തുകളിൽ തന്നെ ഇങ്ങനെ ഒരു ഇതുണ്ടാകും, ഒരു സ്ട്രോങ് കൂട്ടായ്മ ഉണ്ടാകും. പക്ഷെ ഇപ്പോഴതൊന്നുമില്ല. പരസ്പര സഹകരണം പോലും, അയലത്ത് താമസിക്കുന്ന ആരാന്ന് പോലും ആർക്കും അറിയത്തില്ല. അന്മാതിരി ആയിപ്പോയി കാലഘട്ടം. അതാണ് സത്യം. ഇപ്പോഴും ഞാൻ പറയുന്നു, കുഞ്ഞുങ്ങൾക്ക് അളവിൽ കൂടുതൽ പണം കൊടുക്കാതിരിക്കുക. കൊടുത്ത പണത്തിൻ്റെ ചെലവ് എങ്ങനെ നടത്തി എന്നുള്ളത് അന്വേഷിക്കുക. കൃത്യമായി അവർക്കൊപ്പം നമ്മളുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുക. നീ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും എൻ്റെ ആവശ്യമാണെന്നെങ്കിലും ആ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നാളേക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് രീതിയിൽ നന്നായി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടതുണ്ടെന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞിരുന്നെങ്കിൽ ആ കുഞ്ഞിങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. ഏതായാലും ക്രൂരനായ അവനെ ഈസി ആയിട്ട് ഉണ്ടതെന്ന് ജീവിക്കാം, അങ്ങനെ സുഖിക്കാം, ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ വിട്ട് ഇങ്ങനെ ജീവിക്കാം എന്നൊരു തോന്നൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആ തോന്നൽ എത്രയും വേഗം മാറ്റി കൊടുക്കുക. അതിവേഗ കോടതിയിൽ തന്നെ ഇതിൻ്റെ വിചാരണ നടത്തുക. ഇതിനകത്ത് ഇനി വിചാരണയുടെ ആവശ്യമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. കൃത്യമായി അവൻ തന്നെ പറയണം, അവൻ കൊന്നതിന് തെളിവുമായി വാക്കത്തി കൊടുത്തതിനായി 2 സാക്ഷികളായി ഒത്തിരി ദിവസം സാക്ഷി വിസ്താരോ മട്ടേന്ന് പറഞ്ഞുകൊണ്ട് ഇതിട്ട് നീട്ടാതെ ഈസി ഒരു വിത്തിൻ 2 വീക്സിൽ തന്നെ തീർത്തേക്കുക. അത് സത്യം പറഞ്ഞാൽ വിദേശ രാജ്യത്തിനെ കണ്ടുപിടിക്കണം. 7-ാം ദിവസം തലവെട്ടു. അതിൽ ഒരു തർക്കവും വേണ്ട. 7-ാം ദിവസം അമ്മയൊക്കെ കൊന്നു കഴിഞ്ഞാൽ അപ്പം വെട്ടിയെന്ന് കേട്ടാൽ മതി, പിന്നെ വിചാരിക്കാമെന്ന് വിചാരിക്കും. വിചാരണയൊക്കെ പിന്നെ മതിയെന്ന് തോന്നും. അതാണ് ഇവിടെ വേണ്ടത്. ജീവിക്കാൻ ഒരു അധികാരവും ഒരു അവകാശവും ഇല്ലാത്ത ഒരു വൃത്തികെട്ടവനെ ഇനിയും ഉണ്ട കൊടുത്ത് വളർത്താതിരിക്കുക. ഞങ്ങളുടെ ടാക്സ് പേയ്മെൻ്റാണ് അതിനകത്ത് വരുന്നതെന്നുള്ളതാണ് ഏറ്റവും വിഷമമുള്ള കാര്യം. താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീണ്ടും ഒരു വീഡിയോ കാണാം. താങ്ക് യു.